നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അസന്നിഹിത വോട്ടർമാരുടെ വീട്ടിൽ വോട്ട് ആരംഭിച്ചു. 85 വയസ്സ് പിന്നിട്ടവരും 40% ഭിന്നശേഷിയുള്ളവരും വോട്ട് രേഖപ്പെടുത്തി തുടങ്ങി. ഒന്നാം ഘട്ടം ഏപ്രിൽ 19 വരെ. നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനൊരുങ്ങി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് നിവാസികൾ. തകർന്ന റോഡ് വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ പണിയണമെന്നാവശ്യം. റോഡ് തകർന്നിട്ട് വർഷങ്ങൾ. ഇളങ്കുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ ഗരുഡ പുരാണ യജ്ഞം തുടങ്ങി. ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ഗരുഡ പുരാണ യജ്ഞം നടക്കുന്നത് ഇതാദ്യം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി ആരംഭിച്ചു. ആബ്സെന്റി വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടം ഈ മാസം 19-ന് അവസാനിക്കും. വോട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് ചെയ്യാനുള്ള സൗകര്യം പോളിംഗ് സംഘം ഒരുക്കിയിട്ടുണ്ട്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് തിരുവാർപ്പ് പഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ളവർ. ഒളശ പട്ടട വായനശാല റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെയാണ് ഇവരുടെ പ്രതിഷേധം. വീട്ടിലേക്ക് പാത ഒരുക്കുന്നവർക്ക് ലോകസഭയിലേക്ക് പാത ഒരുക്കും. ഇത് വെറും ഒരു പ്രതിഷേധ ബോർഡല്ല, വികസനം തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശത്തെ ഗതികെട്ട നാട്ടുകാരുടെ സമരായുധമാണ്. ഈ മാസം 26-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ വോട്ടർമാർ തങ്ങളുടെ പ്രതിഷേധം ഒരുമിച്ച് രേഖപ്പെടുത്തുന്നത് നോട്ടയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥി റോഡ് അത്യാധുനിക നിലവാരത്തിൽ നവീകരിക്കുമെന്ന് ഉറപ്പ് നൽകണം. റോഡിന് ഇരുവശവും തോടും പാടവുമായതിനാൽ കനത്ത മഴ പെയ്താൽ ദിവസങ്ങളോളം വെള്ളം പൊങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പിന്നീട് വള്ളത്തിലാണ് ഇവരുടെ യാത്ര. ഓട്ടോറിക്ഷയും ഇരുചക്രവാഹനവും മാത്രമാണ് ഈ റോഡിലേക്ക് ആകെ എത്തുന്നത്. ഗുരുതരാവസ്ഥയോ അത്യാഹിതമോ ഉണ്ടായാൽ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ ഒരു കാറോ ആംബുലൻസ് പോലും ഇവിടെ എത്തില്ല. തിരുവാതുക്കൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒളശ പാടശേഖരത്തിൽ നിന്ന് നെല്ല് കയറ്റിവിടാൻ സൗകര്യമില്ലാത്തതിനാൽ കിലോമീറ്റർ ചുമന്നും ചെറുവാഹനങ്ങളിലും വായനശാല ജംഗ്ഷനിൽ എത്തിക്കേണ്ടി വരുന്നതും സാധാരണക്കാരായ കർഷകർക്ക് വലിയ സാമ്പത്തിക ചിലവാണ് വരുത്തിവെക്കുന്നത്. ഇതിനെല്ലാം കാരണം റോഡ് തകർന്നു കിടക്കുന്നതാണെന്നും നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. ഈ നെല്ല് ഇവിടുന്ന് കയറി പോകേണ്ടതാണ്. ഇവിടെ ഒരു വണ്ടി വരത്തില്ല. ഇവിടുന്ന് ഞങ്ങൾ അഡീഷണൽ പൈസ കൊടുത്ത് ഈ നെല്ല് കയറ്റി വായനശാല കവല മെയിൻ റോഡിൽ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് മില്ലുകാരുടെ വാഹനത്തിൽ നമ്മൾ കയറ്റി വിടുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറേണ്ട പൈസ നമ്മൾ അഡീഷണൽ കൊടുക്കുകയാണ്. അവരുടെ വാഹനം ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ആ പൈസ ലാഭമാണ്. കൃഷിക്കാരൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. മാറി മാറി വരുന്ന ജനപ്രതിനിധികളോട് പലവട്ടം തങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചതാണ്. ഈ ഘട്ടത്തിലാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനുള്ള തീരുമാനമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. റോഡ് വീതിയില്ലാത്തതും പ്രതിസന്ധിയാണ്. ഇതിനാൽ റോഡും തോടുമായി കിടക്കുന്ന റോഡിന് ഇരുവശവും കല്ല് കെട്ടിപ്പൊക്കി വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്ന വിധം വീതി കൂട്ടി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ഇത്തവണ നോട്ടയ്ക്ക് ലഭിക്കുന്ന വോട്ട് തങ്ങളുടെ പ്രതിഷേധമായിരിക്കുമെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിൽ പോലീസിന്റെ കനത്ത കാവലിൽ. സ്ട്രോങ് റൂമുകൾ അടച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ ഉപയോഗിക്കാനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ പാലാ സെന്റ് വിമൻസ് സ്കൂളിലെ സ്ട്രോങ് റൂമുകളിൽ സുരക്ഷിത കാവലിൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള സാമഗ്രികളാണ് കനത്ത സുരക്ഷയിൽ സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂമുകൾ അടച്ച് സീൽ ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കനത്ത സുരക്ഷയിലാണ്. ഇതോടൊപ്പം തന്നെ അസഹന്യത വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് ആരംഭിച്ചതിന്റെ തിരക്കിലാണ് ഉദ്യോഗസ്ഥർ. 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും ആണ് പോളിംഗ് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നത്. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. LDF-ലേക്ക് പോയതോടെ കേരള കോൺഗ്രസ് എം പാർട്ടി ഇല്ലാതാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധരിച്ചിരിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോണി നെല്ലൂർ കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണിയിലേക്ക് പോയതോടെ കേരള കോൺഗ്രസ് എം ഇല്ലാതാകുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ കരുതിയതെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോണി നെല്ലൂർ. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ കുറിച്ച് കള്ളപ്രചരണങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഒരു പാർട്ടിയിലും ഉറച്ചു നിൽക്കുന്നയാളല്ലെന്നും ജോണി നെല്ലൂർ പരിഹസിച്ചു. കഴിഞ്ഞ 2012 മുതൽ അല്ലെങ്കിൽ 11 മുതലുള്ള രാഷ്ട്രീയം പരിശോധിച്ചാൽ 4 പ്രാവശ്യമാണ് മുന്നണിയും പാർട്ടിയും മാറി. എനിക്ക് UDF പ്രവർത്തകരോട് ചോദ്യം ചോദിക്കാനുള്ളത്, UDFകാർക്ക് എങ്ങനെ തങ്ങളെ വഞ്ചിച്ച, തങ്ങളെല്ലാമെല്ലാമായി ഉമ്മൻചാണ്ടിയെ ഇതുപോലെ വഞ്ചിച്ചാൽ
ഉമ്മൻചാണ്ടിയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയ ആൾക്കെതിരെ ആൾക്ക് അനുകൂലമായി എങ്ങനെ ചിന്തിക്കാൻ കഴിയും, ഇതിന് വോട്ടുപിടിക്കാൻ കഴിയും? ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളങ്കുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ ശ്രീമദ് ഗരുഡ പുരാണ മഹായജ്ഞത്തിന് തുടക്കമായി. തൃപ്പൂണിത്തുറ പി രമാദേവിയാണ് യജ്ഞാചാര്യ. ഹൈന്ദവ പുരാണങ്ങളിൽ 17ാമത്തെ പുരാണമായി ഗണിക്കുന്നതാണ് ഗരുഡപുരാണം. ഗരുഡപുരാണ യജ്ഞം നടക്കുന്ന ക്ഷേത്രങ്ങൾ കോട്ടയം ജില്ലയിൽ വിരളമാണ്. ഇളങ്കുളം ശ്രീ മുത്താരമ്മൻ കോവിൽ ഗരുഡപുരാണ മഹായജ്ഞത്തിന് വേദിയായിരിക്കുകയാണിപ്പോൾ. ശ്രീ മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു നൽകിയ രൂപത്തിൽ രചിക്കപ്പെട്ട 8,000-ഓളം ലഘുഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ടതാണ് ഗരുഡപുരാണം. തൃപ്പൂണിത്തുറ പി രമാദേവിയാണ് യജ്ഞാചാര്യ. ഭഗവാൻ വിഷ്ണുവിന്റെ മഹിമയും അവതാര വർണ്ണനയും, സൃഷ്ടിവർണ്ണന, ധ്രുവവംശ ചരിത്രം, മാനസ സൃഷ്ടിവർണ്ണന തുടങ്ങിയ ഭാഗങ്ങളാണ് ആദ്യ ദിനത്തിൽ പാരായണം ചെയ്തത്. രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 8-ന് പാരായണം ആരംഭിക്കും. വൈകിട്ട് 7 മണി മുതൽ സർവൈശ്വര്യ പൂജ നടക്കും. ഏപ്രിൽ 20 ശനിയാഴ്ച യജ്ഞത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾക്കെതിരെ എടുത്ത കേസ് തേച്ചുമായ്ച്ചു കളഞ്ഞതായി BJP നേതാവ് PC ജോർജ്. അതേസമയം വൈദികനെ ആക്രമിച്ചതറിഞ്ഞ് തടിച്ചുകൂടിയ ജനങ്ങൾക്കെതിരെ പോലീസ് എടുത്ത കേസ് കോടതിയിലാണെന്നും PC ജോർജ് കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആ പള്ളിയിൽ ഒരു വൈദികനെ 27 പിള്ളേർ കൂടി, പിള്ളേരെന്ന് തന്നെ പറയുന്നത് മുസ്ലിം പിള്ളേരാണ് മുഴുവൻ, വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച അച്ഛൻ ആശുപത്രി കിടന്നു. 4-5 ദിവസം ആശുപത്രി കിടന്നു. ഞാൻ പോയി കണ്ടയാളാണ്. 307 കേസെടുത്തു. ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ലോ. അച്ഛന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 307 കേസെടുത്തു. ഇപ്പൊ ആ കേസ് എന്ത് ചെയ്യും പറയട്ടെ? ഈ മണിപ്പൂർ പറയുന്ന അച്ഛനോട് ചോദിക്കുക ആ കേസ് എന്തെന്ന് ചോദിക്കുമ്പോ ഇത്ര കാലഘട്ടമൊക്കെ മണിപ്പൂരിനെ പറ്റി വികാരം പറയുമ്പോ ഈ തൊട്ടടുത്ത പൂഞ്ഞാലിലെ പാവപ്പെട്ട ക്രിസ്ത്യാനിയുടെ അച്ഛൻ്റെ അടി കിട്ടിയാലും പറയട്ടെ. ആ 307 കേസ് എടുത്തിട്ട് എന്തുകൊണ്ട് ഇവിടെ ഒരു തീർത്തു കളഞ്ഞു? ആ അച്ഛൻ പാവം അറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് പോയി കണ്ടിയാൽ അവിടെ എന്നിട്ടോ അച്ഛനെ അടി കിട്ടി, വണ്ടി ഇടിച്ച് വീണു, ആശുപത്രിയിലായി, മരിക്കാറായെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ജനം കൂടി. ആ കൂടി ജനങ്ങളെ കേസെടുത്ത് ജാമ്യമില്ല. അവർ ഹൈക്കോടതി ജാമ്യം എടുത്ത് നടക്കുക. ഈ പിള്ളേരുടെ കേസൊക്കെ എടുത്ത് കളഞ്ഞപ്പോ 27 പേരെ വെറുതെ കിട്ടുന്ന ഇപ്പൊ മന്ത്രി വാസവ പ്രഖ്യാപിച്ചു. ശരി, എന്നാ ആ ഓടിക്കൂടി ക്രിസ്ത്യാനി കേസ് വെറുതെ വിടണ്ടേ? അത് ഹൈക്കോടതി ഇരിക്കുക. ഇതുകൊണ്ട് നാണം കെട്ട രാഷ്ട്രീയം ചെയ്തിട്ടാണ് ഇവിടെ മണിപ്പൂർ എന്ന് പറയുന്നത്. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പാലാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. വോട്ടർമാരെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പാലാ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. തലനാട് പഞ്ചായത്തിലെ മേലടുക്കം ഞായറുകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പര്യടനം മൂന്നിലവ്, തലപ്പലം, ഭരണങ്ങാനം, മേലുകാവ്, കടനാട്, കരൂർ പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. മാണി സി കാപ്പൻ MLA, PC തോമസ്, മോളി പീറ്റർ, കോൺഗ്രസിന്റെ മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കൾ തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി. ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷകളും പര്യടനത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന പുഴക്കര റോഡിന്റെ നിർമ്മാണം ഉപേക്ഷിച്ച നിലയിൽ. 1 കിലോമീറ്ററുള്ള റോഡിന്റെ 200 മീറ്റർ ദൂരത്തിൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 10 വർഷമായിട്ടും നടപടിയായിട്ടില്ല. പാലാ നഗരത്തിലെ ഗതാഗതത്തിന് പുതിയ മാർഗങ്ങൾ ലക്ഷ്യമിടുന്ന പുഴക്കര റോഡിന്റെ പണികൾ പൂർത്തീകരിക്കാൻ തുടർ നടപടിയില്ല. ഭൂരിഭാഗവും വീതി കൂട്ടിയെങ്കിലും അവശേഷിക്കുന്ന ഭാഗം ഏറ്റെടുക്കുന്നതിനാണ് കഴിയാത്തത്. പുഴയോരം വീതി കൂട്ടി നിർമ്മിച്ച റോഡാണ് അനാഥമാകുന്നത്. 1 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ 200 മീറ്റർ ദൂരത്തിൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 10 വർഷമായി നടപടിയില്ല. ഇതുമൂലം പാലയുടെ ടൗൺ ബൈപ്പാസായി പ്രയോജനപ്പെടുത്താവുന്ന റോഡ് ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. പുഴക്കര പാലം മുതൽ ചെത്തിമറ്റം കുളങ്കടത്തെത്തി പൂഞ്ഞാർ ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന വിധമാണ് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. PWയുടെ ഒറ്റത്തവണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത്. 3 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്നതാണ് റോഡ്.
സ്റ്റേഡിയം വ്യൂ റിവർ വ്യൂ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുവശത്തുമുള്ള ഭൂവുടമകൾ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലം ഉപയോഗിച്ച് 10 വർഷം മുമ്പ് 8 മീറ്റർ വീതിയിൽ 800 മീറ്ററോളം റോഡ് വീതി കൂട്ടി പൂർത്തീകരിച്ചിരുന്നു. നഗരസഭ നടത്തിയ ചർച്ചയെ തുടർന്നാണ് റോഡ് പൂർത്തിയായാൽ സ്ഥല ഉടമകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകാമെന്ന് സമ്മതിച്ചത്. ബാക്കി ഭാഗത്ത് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കലാണ് വൈകുന്നത്. ചെത്തിമറ്റം കുളങ്കണ്ടം ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന റോഡ് പൂർത്തിയാക്കിയാൽ ലാലം ജംഗ്ഷനിലെയും സ്റ്റേഡിയം ജംഗ്ഷനിലേക്കും ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകും. പാലാ ടൗണിലെ പ്രധാന റോഡിന്റെയും ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയുടെ ബൈപ്പാസായി ഉപയോഗിക്കാം. കിഴക്കൻ മേഖലകളിൽ നിന്നെത്തുന്നവർക്ക് ടൗണിൽ പ്രവേശിക്കാതെ ഈ റോഡിലൂടെ റിവർവ്യൂ റോഡിലെത്തി കൊട്ടാരമറ്റത്തേക്ക് പോകാം. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ് ഏറ്റെടുക്കാനുള്ളത്. സ്ഥലം ഏറ്റെടുക്കാൻ കൂട്ടായ നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. ഹെൻറി ബേക്കർ കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, കൊമേഴ്സ്, പൊളിറ്റിക്സ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട്. PhD അല്ലെങ്കിൽ UGC നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഗസ്റ്റ് അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ കോട്ടയം DD ഓഫീസിലെ ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ആയിരിക്കണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ gl@henrybakercollege.edu.in എന്ന ഇമെയിൽ വിലാസത്തിൽ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം 2024 ഏപ്രിൽ 30 മുമ്പ് അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 9605470018. KE കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്ക് ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സൈക്കോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 29 മുമ്പായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം കോളേജ് ഓഫീസിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കോട്ടയം മേഖല ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഗസ്റ്റ് അധ്യാപക പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അസന്നിഹിത വോട്ടർമാരുടെ വീട്ടിൽ വോട്ട് ആരംഭിച്ചു. 85 വയസ്സ് പിന്നിട്ടവരും 40% ഭിന്നശേഷിയുള്ളവരും വോട്ട് രേഖപ്പെടുത്തി തുടങ്ങി. 1ാം ഘട്ടം ഏപ്രിൽ 19 വരെ. നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനൊരുങ്ങി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് നിവാസികൾ. തകർന്ന റോഡ് വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ പണിയണമെന്നാവശ്യം. റോഡ് തകർന്നിട്ട് വർഷങ്ങൾ. ഇളങ്കുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ ഗരുഡ പുരാണ യജ്ഞം തുടങ്ങി. ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ഗരുഡ പുരാണ യജ്ഞം നടക്കുന്നത് ഇതാദ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.